ആപ്കി അദാലത്തിൽ ആചാര്യ പ്രമോദ് കൃഷ്ണന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ ആചാര്യജി, എനിക്ക് താങ്കളെക്കുറിച്ച് പല പരാതികളും കിട്ടിയിട്ടുണ്ട്. താങ്കളെക്കുറിച്ചുള്ള ഒരു വലിയ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ സംസാരിക്കുന്ന ഭാഷ, താങ്കൾ പ്രയോഗിക്കുന്ന ആ പദങ്ങൾ. അതെപ്പോഴാണെന്ന് വെച്ചാൽ പാർലമെന്റിൽ ആ ചെങ്കോൽ സ്ഥാപിക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞു ദേവതകൾ പുഷ്പവൃഷ്ടി നടത്തുന്നു എന്ന്. പിന്നെ താങ്കൾ എഴുതിയിരിക്കുന്നു കഴുത കരയാൻ തുടങ്ങിയെന്ന്. ഒരു സന്യാസി പറയേണ്ട വാക്കുകളാണോ ഇത്? ഞാൻ അപ്പ അവിടെ ഒരു കാര്യം എഴുതിയിരുന്നതാ. ധർമ്മം അപ്പ അവിടെ നട്ടെടുത്തതാ. അവിടെ ദേവന്മാർ ഉഷ്ണമഴ പൊഴിഞ്ഞോണ്ടിരുന്നു, പിന്നെ കഴുതകൾ കണച്ചോണ്ടിരുന്നു. പിന്നെ ഈ സ്ഥലത്ത് നിങ്ങൾ ഒരു വക്കീലല്ലേ സാർ? കുറ്റങ്ങൾ പറയാനായിട്ട് തന്നെ വലിയൊരു സങ്കല്പം വെച്ച് തന്നെയല്ലേ വന്നിരിക്കുന്നത്. ഇന്നെന്നെ തൂക്കിലിടണമെന്ന് നിങ്ങൾ വിധിച്ചിരിക്കുന്നതല്ലേ. ഇതിൽ ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിതിൽ ആരുടെങ്കിലും പേര് മെൻഷൻ ചെയ്താണോ പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് ഞാൻ പറഞ്ഞോ? ആരെങ്കിലും ഞാൻ തനിച്ചെങ്കിലും പറഞ്ഞിരുന്നു? രജത് സാർ, ഒരു മനുഷ്യരും കഴുതയെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അതുപോലെ ഒരു മനുഷ്യരും ഒരു കഴുതാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സാർ. ഇവിടെ നോക്കൂ, ഞാൻ രജത് സാർ, നിങ്ങൾ തന്നെ നോക്കണം. ഏതെങ്കിലും ഒരു തലവനെ ഞാൻ കഴുതെന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഒരു തലവന്മാരെ ഞാൻ കഴുതെന്ന് വിളിച്ചോ? ഇനി നിങ്ങൾ പറ, ഏതെങ്കിലും ഒരു തലവനെ ഞാൻ അങ്ങനെ വിളിച്ചോ? ഇല്ലെങ്കിൽ പിന്നെ ഒരു കഴുതയെ നോക്കി എങ്ങനെ ഞാൻ തലവനെന്ന് വിളിക്കാൻ പറ്റും? നോക്കൂ, താങ്കൾ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാം. താങ്കൾ പറയുന്നു ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ ജനിച്ചില്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ആരും തന്നെ ഒരു പിയൂൺ ജോലി പോലും കൊടുക്കില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഭാഷ നല്ലതാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, പക്ഷെ ആ വാക്ക് അത്ര നാണം കെട്ട വാക്കുമല്ല. ഈ വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതൊന്നാ. എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു മതം സത്യം പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മതം നുണ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒരു പിയൂൺ ജോലി പോലും കൊടുക്കില്ല എന്ന്. രജത് സാർ, ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്ന കുറച്ച് കഷ്ടമാണ്. പക്ഷേ സാർ, എത്ര അളവിനാണോ സത്യമായിട്ട് പറയാൻ കഷ്ടമായിട്ടുള്ളതോ അതുപോലെ തന്നെയാണ് കഷ്ടമായിരിക്കുന്നത് സത്യം കാതു കൊടുത്ത് കേൾക്കുമ്പോഴും. സത്യം കാതു കൊടുത്ത് കേൾക്കാൻ എന്ത് കഷ്ടമാണോ അതിനേക്കാൾ കഷ്ടമാണ് ആ സത്യം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ ആ സത്യം അന്ന് കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തിരുന്നാൽ കോൺഗ്രസ് ഒരിക്കലും ഇങ്ങനെ ഇന്ന് തോറ്റുപോയിരിക്കത്തില്ല. അതായത് താങ്കൾ പ്രയോഗിച്ച ഈ ഭാഷ എത്രത്തോളം നല്ലതാണെന്ന് വെച്ചാൽ താങ്കൾ തന്നെ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് ഒന്നും അറിയില്ല, അദ്ദേഹം ബിറ്റ് പേപ്പറിന്റെ മാസ്റ്ററാണെന്ന്. ചില സമയങ്ങളിൽ താങ്കൾ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ലീക്കേജ് ഉണ്ടെന്ന്. ശരി, നിങ്ങളൊരു കാര്യം എനിക്കിപ്പോൾ പറയും. രാഹുൽ ഗാന്ധിക്ക് കരിമ്പെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, പിന്നെയാണ് അവർ കൃഷിയെക്കുറിച്ച് സംസാരിക്കുന്നത്. പനമരവും കരിമ്പും അതെങ്ങനെ ഉണ്ടാവുന്നതെന്നറിയാത്തപ്പോ അതിനെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും അദ്ദേഹം? കർഷക സ്ഥലമൊന്നും അദ്ദേഹം കണ്ടുപോലും കാണില്ല. ചിലപ്പോൾ വല്ല ഇന്റർനെറ്റിൽ കണ്ടിട്ടുണ്ടാവും ഗ്രാമങ്ങൾ, എന്നിട്ടാ പറയുന്നത് എൻ്റെ ദേശം എൻ്റെ നാടെന്നൊക്കെ. ഞാൻ പറയുന്ന കാര്യം നല്ലപോലെ മനസ്സിലാക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളൊരു കാര്യത്തെ പിടിവാശി പിടിച്ചിരിക്കുകയാണ് എന്നെ ഒരു കുറ്റവാളിയാക്കാനായിട്ട്. ഞാൻ രാഹുൽ ഗാന്ധിജിക്ക് ഒരു വിരോധിയൊന്നുമല്ല. ഞാൻ രാഹുൽ ഗാന്ധിജിക്ക് ഒരു വകയിലും വിരോധിയല്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഒരു ശത്രു ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അദ്ദേഹത്തിന് ഇത്രയും നല്ലപോലെ അഡ്വൈസ് ചെയ്യുന്നത്? എന്തിനാണ് രാമന്റെ അമ്പലത്തിന് ഇൻവിറ്റേഷൻ നിങ്ങളിങ്ങനെ മാറ്റിവെക്കുന്നതെന്നും പറഞ്ഞ്? അത് കിട്ടാൻ ശരിക്കും നമ്മൾ സന്തോഷപ്പെടണം. നിങ്ങൾ അതിന് റെസ്പെക്ട് കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റും കിട്ടില്ല. പിന്നെ അത് ഞാൻ വന്ന പിന്നെ ഞാൻ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തുടക്കത്തിലൊന്നും താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നില്ല. 3 വർഷത്തിനു മുമ്പ് താങ്കൾ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി എങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്ത കുടുംബത്തിൽ നിന്നാണ്. രാഹുൽ ഗാന്ധി നല്ല മനുഷ്യനാണ്, യഥാർത്ഥ ദേശഭക്തനാണ്. ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ കുടുംബം ഇന്നും പല വകയിലുള്ള ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങൾ ചെയ്ത ത്യാഗങ്ങൾ, അതായത് അതിന്റെ ഫലം എത്ര ദിവസം കിട്ടുമെന്നാ പറയുന്നത്? പറയൂ നിങ്ങളൊന്ന്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഇതൊരു വലിയ ചോദ്യമാണ്. വലിയൊരു ചോദ്യം ഞാൻ പറയാം. വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ രാഹുൽ ഗാന്ധി രാമന്റെ വിരോധിയാണ്, സനാതന വിരോധിയാണ്, ഇങ്ങനെയുള്ള പല കുറ്റങ്ങളും താങ്കൾ ആരോപിച്ചു. രാഹുൽ ഗാന്ധി ഭരണത്തിൽ വരികയാണെങ്കിൽ രാമക്ഷേത്രം തന്നെ തകർത്ത് കളയുമെന്നും പറഞ്ഞു.
തീർച്ചയായിട്ടും. നമ്മുടെ ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രത്യക്ഷം മുഖ്യം പ്രണാമം. പ്രത്യക്ഷൻ ഒരിക്കലും ഒരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. പിന്നെ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് വെച്ച് ചിന്തിച്ചു നോക്ക്. രാമൻ ഒരു പാരമ്പര്യമില്ല, രാമൻ വളരെ ചിന്തനയുള്ള ഒരാളാന്നാ പറഞ്ഞ. ആരാ പറഞ്ഞത്? രാമൻ വെറും ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു. രാമൻ വെറും ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണോ? അപ്പൊ ബാബർ എന്താ സത്യമാ? കോൺഗ്രസിന് ഒരു തലവനാണ് മല്ലികാർജുന ഖാർഗെ. അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിംഗിൽ ഈ ലോകത്തിലുള്ള എല്ലാവരുടെ അടുത്തും മുമ്പിൽ പറയുവാണ്, എന്താന്ന് വെച്ചാൽ ഒരുപക്ഷെ നരേന്ദ്രമോദി ഈ പ്രാവശ്യം പ്രധാനമന്ത്രി ആയെന്ന് വെച്ചാൽ സനാതനധർമ്മം ഇല്ലാണ്ടാവുമെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ കൊച്ചു നല്ല മോനാ പറയുന്നത് സനാതനം ഇസ് എ ഡേർട്ടി വേർഡ് എന്ന്. ഒരു പാർട്ടിയുണ്ട്, DMK. കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും ഒരു വളരെ പ്രിയപ്പെട്ട പാർട്ടിയാണത്. അവർ പറയുന്നതാണ് ഈ സനാതനം എന്ന് പറയുന്നത് ഡെങ്കു, മലേറിയ, ടൈഫോയിഡ് പോലെയാണ്. അതിന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഡെങ്കു, മലേറിയ, അതാണ് DMKയുടെ ഫുൾ ഫോം. കറക്റ്റ് അല്ലേ? DMKയുടെ ഫുൾ ഫോം ആണത്. ഡെങ്കു, മലേറിയ, കോഡ്. അമ്പലത്തിൽ പോകുന്ന പെണ്ണുങ്ങളാണ് ഞോണ്ടുന്നത്. അത് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? രാഹുൽ സാർ. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. അവരോട് ഇങ്ങോട്ട് വന്നിരിക്കാൻ പറ. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളും ഞങ്ങളെ പോലത്തെ പാവപ്പെട്ടവരെയാണ് കുറ്റവാളി ആക്കുന്നത്. രാഹുൽ ഗാന്ധി ഒന്നും ആക്കത്തില്ലല്ലോ. പാവപ്പെട്ടവരല്ലേ വേണ്ടത്. ഞാൻ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ആരെയും കണ്ടിട്ട് ഞാൻ ഇതുവരെ പേടിച്ചിട്ടില്ല. പേടി എന്താണെന്നറിയില്ല. പിന്നെ താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറയുകയാണ്, രാഹുൽ ഗാന്ധിക്ക് ഞാൻ പല പ്രാവശ്യം ഇൻവിറ്റേഷൻ അയച്ചിരുന്നു. വ്യക്തിപരമായിട്ടും അദ്ദേഹത്തെ കണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ലെറ്റർ അയച്ചു, ഇൻവൈറ്റ് ചെയ്തു, മെയിലും അയച്ചു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നെങ്കിലും ഒരു ദിവസം അദ്ദേഹം ഇവിടെ വരുമെന്ന്, ആപ്കി അദാലത്തിൽ അദ്ദേഹം വരുമെന്നുള്ള കാര്യം. ഞാൻ അടിച്ചു പറയുവാണ്, അദ്ദേഹം ഒരിക്കലും വരത്തില്ല. ഒരിക്കലും അദ്ദേഹത്തിന്റെ കയ്യിലോട്ടൊന്നും പോവില്ല. അദ്ദേഹം ഇങ്ങോട്ട് വന്നെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. അദ്ദേഹം അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ എന്റെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നിങ്ങൾ എന്താ അമ്പലത്തിലോട്ട് പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഞോണ്ടുന്നുണ്ടോ? രാമൻ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണെന്ന് മറക്കാണ്ട് ചോദിക്കണം. നവരാത്രി ദിവസങ്ങളിൽ ഇവിടെ കേരളത്തിലൊരു പശുവിനെ വെട്ടി നവരാത്രിയിൽ മട്ടൺ ഉണ്ടാക്കാനായിട്ട് പ്രകോപിപ്പിക്കുകയല്ലേ എല്ലാവരും. അതാണോ ഈ സനാതനം? ആരോ ഒരാൾ ഇവിടെ പറഞ്ഞു സനാതനം എന്ന് പറയുന്നൊരു ഡേർട്ടി വേർഡാണെന്ന്. രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചോ അദ്ദേഹത്തെ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചോ? രാമന്റെ അമ്പലത്തിന്റെ പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു, അതൊരു BJPയുടെ ഫംഗ്ഷനാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. BJPയുടെ പ്രോഗ്രാം എന്നല്ലേ പറഞ്ഞു, പക്ഷെ അത് സത്യമല്ലായിരുന്നു. നോക്കൂ, പക്ഷെ അവരെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് BJPക്ക് എന്ത് ലാഭമാണ് എന്നുള്ളതാണ്. അയോധ്യയിൽ എവിടെയാണോ രാമക്ഷേത്രം നിർമ്മിച്ചത്, പ്രതിഷ്ഠ സ്ഥാപിച്ചത്, അത് ലോകപ്രശസ്തമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ BJP പാർലമെന്റിൽ അവിടെ തോറ്റു. നോക്കൂ സാർ, BJP ആണ് തോറ്റത്, സനാതനം തോറ്റിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് തോറ്റുപോയത്. ഹിന്ദുത്വം അല്ല തോറ്റത്. ഏതേലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി തോറ്റുപോകുമ്പോൾ അത് സനാതനം തോറ്റെന്ന് പറയുന്നത് വലിയൊരു പാപമാണ്, വലിയൊരു തെറ്റാണ്. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായത് 1980-ലാണ്. ആദ്യകാലം തൊട്ട് സനാതനം എന്ന് പറയുന്നതല്ലേ. എന്താണോ സത്യം അത് ഉറച്ചു നിൽക്കും. എന്താണോ സത്യം അതാണ് സനാതനം. അത് തന്നെയാ സനാതനം. സാധാരണ രീതി പറയും അയോധ്യ, അത് നടക്കും. അതായത് ദൈവം എല്ലാരെയും ഇങ്ങനെ ഒരുപോലെ വെച്ചാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചില സമയം ദുഷ്ടന്മാർക്കും കുറച്ച് വരം അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇവിടെ നോക്കൂ, അഖിലേഷ് യാദവ് അദ്ദേഹം പറയുന്നു രാമക്ഷേത്രത്തിലേക്ക് ഞാൻ പോയില്ല. അദ്ദേഹം അതിനെതിരായിട്ട് സംസാരിച്ച വ്യക്തിയുമാണ്. പക്ഷേ അവസാനം അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ഇവിടെ എന്തൊരു രാമനെ വിരോധിക്കുന്ന ജനങ്ങളുണ്ടോ? അവര് പാർലമെന്റിലുള്ള സിംഹാസനം ഒരു വഴിയാക്കും. പക്ഷെ നാട്ടിലെ ജനങ്ങൾ അവരെ ഒരിക്കലും അവിടെ ഇരുത്തത്തില്ല. മനസ്സിലാക്കിയോളൂ. എഴുതി വെച്ചോന്നേ. 1-2 സീറ്റ് ജയിക്കുന്നത്, 4-5 സീറ്റ് ജയിക്കുന്നത്, 1-2 സ്റ്റേറ്റിൽ മാത്രം ഭരണം എടുക്കുന്നത്, ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. ചില സമയം ദൈവമേ ഈ അസുരശക്തിയെ പോലും അങ്ങോട്ട് ചിലപ്പോൾ അധികരിച്ച് വിട്ടേക്കും. അങ്ങനെ അസുരശക്തി വന്നില്ലെങ്കിലേ പിന്നെ എങ്ങനെയാ ദൈവം അവതാരം എടുത്ത് ഇങ്ങോട്ട് വരുന്നേ? ഭഗവാൻ കൽക്കിയുടെ അവതാരം എന്തുകൊണ്ടാ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ധരാധാമില് ഈ അസുരശക്തികളൊക്കെ അളവ് മീറി ഇങ്ങനെ വളർന്നു വരുമ്പോ അപ്പൊ അവരെ അടക്കാനായിട്ട് ഈ പരമാത്മാവ് ഭൂമിയിലോട്ട് ഇങ്ങോട്ട് എഴുന്നള്ളി വരും. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്.
ഞാനത് തെളിച്ചെഴുതി വെച്ചിട്ടുണ്ട്. കാരണം കൃഷ്ണന്റെ ഗീതയിൽ അത് എഴുതിയിട്ടുള്ളതാണ്. കലിയുഗത്തിലെ സമ്പളിൽ ഒരാള്. ഞാൻ ആ പാട്ട് വേണേ പാടട്ടെ? തീർച്ചയായിട്ടും പാടും, ഞങ്ങൾ കേൾക്കാം. कि तूने द्वापर में वादा किया था, तूने द्वापर में वादा किया था कि कलयुग में संभल में आऊंगा, जब बढ़ने लगेगा अंधेरा आके धरती पे उसको मिटाऊंगा। जब बढ़ने लगेगा अंधेरा आके धरती पे उसको मिटाऊंगा। अरे स्वागतम कल की शरणागतम कल की, अरे स्वागतम कल की शरणागतम कल की, अरे स्वागतम कल की। എന്റെ ഒപ്പം എല്ലാരും കൂടെ പാട്. स्वागतम कल की शरणागतम कल की, अरे स्वागतम कल की शरणागतम कल की, अरे स्वागतम कल की शरणागतम कल की।